എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. Oh my God! വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers. മലപ്പുറം SP ശശിധരൻ IPSനെതിരെ കുത്തിയിരിപ്പ് സമരവുമായി അൻവർ MLA. SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിട്ടുള്ളത്. ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരമുറി വിവാദവുമായി ബന്ധപ്പെട്ടാണ് സമരം. ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന SP, ഇന്നത്തെ SP, ആ കളവിന് കൂട്ടുനിൽക്കുക ചെയ്തത്. 28 ദിവസമായി ശ്രീജിത്ത പരാതി കൊടുത്തിട്ട്, ഞാനതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് 7-8 ദിവസമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണിത്. ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്നു നോക്കിയാൽ മലപ്പുറം SP കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട. അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത്? അപ്പോൾ ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം SP. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ക്രൈംബ്രാഞ്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം. ഇത് തന്നെയാണ് പ്രധാന വിഷയം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സമരം തുടങ്ങിയത്. 2021 അന്നത്തെ SP സുജിത് ദാസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് താൻ നൽകിയ പരാതിയിൽ നിലവിലെ SP ശശിധരൻ അന്വേഷിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇന്നലെ SP ക്യാമ്പ് ഓഫീസ് പരിസരത്ത് എത്തിയ PV അൻവർ MLAയെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് SP-യുടെ മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഇന്ന് സമരവുമായി MLA എത്തിയത്. വനസാമൂഹ്യ വനവൽക്കരണ വിഭാഗം 57,000 രൂപ നിശ്ചയിച്ച് വിലയിട്ട തേക്ക് മരം പിന്നീട് 20,000 രൂപയ്ക്കാണ് സുജിത് ദാസ് വിൽപ്പന നടത്തിയതെന്നും തേക്ക് മരത്തിന്റെ അടിഭാഗം മോഷണം പോയതായും MLA പറയുന്നു. ഒരു കാരണവശാലും MLAയെ കടത്തിവിടരുത്, അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കളവിന് കൂട്ടുനിൽക്കുകയാണ് മലപ്പുറം SP. കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ, നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. കാരണം ഒരു MLA നേരിട്ട് വന്നിട്ട് ആ മരത്തിൻ്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട്, ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഈ ബോർഡിൽ വളരെ കൃത്യമായി നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആ പരാതിയിൽ ഞാൻ ഇന്ന് ആ പരാതിയുടെ കോപ്പികൾ നിങ്ങൾക്ക് 2 മണിക്ക് ശേഷം പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ പരാതിയിലുണ്ടായ കാര്യങ്ങൾ, ഈ പറയുന്ന എന്താ പറയുക, സോഷ്യൽ ഫോറസ്ട്രിയുടെ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്, ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശം, അതിനുശേഷം 56,000 രൂപയാണ് സോഷ്യൽ ഫോറസ്ട്രി ഈ മരത്തിന് വില നിശ്ചയിച്ച് കൊടുത്തത്. അതിൽ 49,000 രൂപയോളം ഈ ഒരു തേക്ക് മരത്തിനും, ബാക്കി വരുന്ന 7,000 രൂപ ഈ ചെറിയ കമ്പുകൾ, ശിഖരങ്ങൾ കണ്ടിച്ചാൽ കിട്ടുന്ന വിറകിനും വേണ്ടിയിട്ടാണുള്ളത്. ആ 49,000, ഈ 56,000-ൽ 49,000 രൂപ വില നിശ്ചയിച്ച് സോഷ്യൽ ഫോറസ്ട്രി കൊടുത്ത തേക്ക് മരം അത് ലേലത്തിൽ വെച്ചു. ലേലത്തിന് സ്വാഭാവികമായി ഒരു മരം ലേലത്തിന് വെച്ചാൽ ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ ആ മരം വന്ന് പരിശോധിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരം വന്ന് പരിശോധിക്കുമ്പോൾ തേക്കിൻ്റെ അടിക്കഷ്ടം, ഏതൊരു മരത്തിൻ്റെയും പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരത്തിൻ്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിൻ്റെ കുറ്റി, മരക്കഷ്ണം, ഏറ്റവും അടിയിലെ ആ കഷ്ണം കാണാനില്ല. തേക്കിൻ്റെ 50, 60, 70% അതിലാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞുപോയി. ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല.
ആരും ലേലത്തിനില്ലാതെ പിരിഞ്ഞുപോയി. അങ്ങനെ അതങ്ങനെ നിന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അന്നത്തെ SP സുജിത് ദാസ് ഈ മരം ലേലം നടത്തിയെന്നാണ് പറയുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ 20,000 രൂപക്ക് 57,000 ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് 20,000 രൂപക്കാണ്. അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിൻ്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. ആ നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കളവ് പോയ മരം ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു. എടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദാനമായി നൽകിയ 50 സെന്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക, ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന SP-യുടെ അഹങ്കാരം അവസാനിപ്പിക്കുക, പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ മറുനാടൻ മലയാളി ചാനൽ ഉടമയിൽ നിന്ന് 2 കോടി കൈക്കൂലി വാങ്ങിയ പ്രതിയെ രക്ഷിച്ച ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് MLA-യുടെ സമരം. കൃത്യമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്, കൃത്യമായ വോയിസ് കോളുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ. അതായത് കേരള പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം, അത് പോലീസിൻ്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല. ആ സിസ്റ്റത്തിലെ 2 ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി 3.5 കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം. ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം 1.5 വർഷം മുമ്പാണ്, 1.25 വർഷമായി ആ പരാതി കൊടുത്തത്. മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട്. പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി, ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടിയുരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി. അപ്പോൾ സ്വാഭാവികമായും ADGP അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു. കാരണം കേരളത്തിലെ നിങ്ങൾ പത്രക്കാർ ശരിക്കും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാർന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ്. എന്താണ് കാരണം? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2000 ആ ആക്ട് 2066F ഇതിനെ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. 66F എന്ന് പറയുന്നത് ഈ ടെററിസമാണ്, ടെററിസത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ MR അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല, നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു. A+വിഷൻ മലപ്പുറം. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.